മഴ ഇന്നലത്തെ അപേക്ഷിച്ച് ഇന്ന് കുറവാണ്. ശാന്തമാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഏത് നിമിഷവും പെയ്യും. ശക്തമായ മഴയായിരിക്കും. പെയ്യുന്നത് ശക്തമായി തന്നെയാണ് പെയ്യുന്നത്. അതേ തുടർന്ന് ഇന്നലെ നമ്മൾ വാർത്തകളിലൊക്കെ കണ്ടതാണ്, കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട്, കൊയിലാണ്ടി, താമരശ്ശേരി താലൂക്കുകളിലായി 4 ക്യാമ്പുകളാണ് ആരംഭിച്ചത്. അതിൽ ഇന്നലെ 34 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കൊയിലാണ്ടിയിൽ ബാലുശ്ശേരിയിൽ ഇന്നലെ വെള്ളം കയറിയതിനെ തുടർന്ന് 32 കുടുംബങ്ങളെയാണ് മാറ്റിപ്പാർപ്പിച്ചത്. അതുപോലെ കോഴിക്കോട് താലൂക്കിലെ 22 പേരെ മാറ്റിപ്പാർപ്പിച്ചു. താമരശ്ശേരി എത്തുമ്പോൾ ഇന്നലെ മഴക്കെടുതിയെ തുടർന്ന് 3 കുടുംബങ്ങളെയാണ് തൊട്ടടുത്ത അംഗനവാടിയിലേക്ക് മാറ്റിയത്. അങ്ങനെ നിരവധി പേരിപ്പോൾ ക്യാമ്പുകളിൽ കഴിയുന്നു. അവരൊക്കെ സുരക്ഷിതരാണ്, കുഴപ്പമൊന്നുമില്ല. മലയോര മേഖലകളിൽ നഗരത്തിൽ, ഇവിടെ കോഴിക്കോട് നഗരത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ വൈകിട്ട് പെയ്ത മഴ മാത്രമേ ഉള്ളൂ. അതിനെ തുടർന്നുള്ള മഴകളൊന്നും ഉണ്ടായിട്ടില്ല. ഇന്ന്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏത് നിമിഷവും പെയ്യും. ആ പെയ്യുന്ന മഴ ശക്തമായി തന്നെയാണ് പെയ്യുന്നത്. അതുകൊണ്ട് മുൻകരുതലുകളൊക്കെ സ്വീകരിക്കണമെന്ന് നേരത്തെ തന്നെ അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്നലെ നമ്മൾ കണ്ടതാണ് നമ്മുടെ പ്രേക്ഷകർക്ക് കടലൊന്ന് കാണണം. കാരണം ഈ കടൽ പ്രക്ഷുബ്ധമാണോ, കടലിന്റെ അവസ്ഥ എന്താണെന്ന് അറിയാൻ പ്രേക്ഷകർക്കും കൗതുകം ഉണ്ടാവും. മോശം കാലാവസ്ഥയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് തീരദേശ മേഖലയ്ക്കും അതുപോലെ തന്നെ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കടൽ തിരമാലകൾ അടിച്ചു കയറുന്നത് ദൃശ്യങ്ങളിൽ കാണാം. അതുകൊണ്ട് കടലിലേക്കൊന്നും ഈ സമയത്ത് ആരും ഇറങ്ങാതിരിക്കുക. പല അപകടങ്ങളും നമ്മുടെ മുന്നിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഒരു കാര്യം പരിഗണിച്ചുകൊണ്ട് ഈ സമയത്ത് ആരും ഈ ഒരു ബീച്ച് മേഖലകളിലേക്കൊന്നും വരാതിരിക്കുക. ബീച്ച് മേഖലകളിലേക്ക് മാത്രമല്ല, മറ്റ് അപകടങ്ങൾ സംഭവിക്കുന്നിടങ്ങളിലൊന്നും പോവാതിരിക്കുക. ഇന്നലത്തെ അപകടങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. പന്തീരാങ്കാവിൽ സർവീസ് റോഡ് ഇടിഞ്ഞു. ആ സമയത്ത് ഒരു വാഹനം കടന്നു പോയിരുന്നു. വെറും വാഹനമല്ല, ആംബുലൻസ് ആയിരുന്നു. രോഗിയുമായി പോവുകയായിരുന്നു. അത് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ക്രെയിൻ ഉപയോഗിച്ചാണ് ആ വാഹനം ആ സമയത്ത് മാറ്റിയിരുന്നത്. ആ ഒരു അപകടം സംഭവിക്കുന്ന സമയത്ത് തന്നെ മതിൽ, ആ സംരക്ഷണ ഭിത്തി മറിഞ്ഞ് വീണത് ഒരു തെങ്ങിന് മുകളിലേക്കായിരുന്നു. ആ തെങ്ങ് ഒരു വീടിന് മുകളിലേക്കായിരുന്നു വീണത്. ആ വീട്ടിലുള്ള ആൾക്ക് പരിക്ക് പറ്റിയിരുന്നു. അദ്ദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പിന്നെ തിരിച്ചു പോയി. അദ്ദേഹത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ദേശീയപാതയിൽ മണ്ണിടിഞ്ഞു വീണത്. മറ്റൊന്ന് തെങ്ങിലക്കടവ് പുഴയിലേക്ക് റോഡ് ഇടിഞ്ഞു വീണത്. അതും വലിയ അപകടം തന്നെയായിരുന്നു. പിന്നെ കോഴിക്കോടിലുള്ള ബാലുശ്ശേരി, അത്തോളി, പിന്നെ പന്തീരങ്കാവ്, ഉള്ളേരി മേഖലകളിലൊക്കെ ഈ കനത്ത മഴയെ തുടർന്ന് കടകളിൽ വെള്ളം മാത്രമല്ല ഈ ചെളി ഉൾപ്പെടെ കയറിയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കടയുടമകളുടെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു, അവർ വലിയൊരു പ്രയാസത്തിലാണ്. കാരണം വെള്ളം മാത്രമല്ല, ചെളി ഉൾപ്പെടെ കടയിലേക്ക് കയറി, സാധനങ്ങൾ ഉൾപ്പെടെ നശിച്ചു. അത്തരത്തിലൊരു സാഹചര്യമാണ് ഉണ്ടായത്. അതുമാത്രമല്ല, മരങ്ങൾ കടപുഴകി വീണു. ഇന്നലെ ബൈക്ക് യാത്രിക തലനാരിഴയ്ക്കാണ് മരം കടപുഴകി വീണു. അവർക്ക് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി, നിൽക്കൂ എന്ന് പറഞ്ഞതിന്റെ മുന്നറിയിപ്പുകളൊക്കെയും ജാഗ്രതയോടെ സൂക്ഷിച്ച് എല്ലാവരും നിൽക്കുന്നത് നന്നായിരിക്കും. ജാഗ്രതയോടെ, കരുതലോടെ ഇരിക്കണം എല്ലാവരും.